ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊത്ത് ഇഡ്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. കൊത്തു പൊറാട്ട, കൊത്തു ചപ്പാത്തി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇഡ്ലി വെച്ചിട്ട് എങ്ങനെ കൊത്ത് ഇഡ്ലി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ഇഡ്ലി ബാക്കി വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് എങ്ങനെ കൊത്ത് ഇഡ്ലി ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കൊത്ത് ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ആദ്യം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 10-12 ഇഡ്ലി ഉണ്ടാകും. ഇത് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ബോൺലെസ് ചിക്കന്, ഇത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 മീഡിയം സൈസ് സവാള നല്ല ചെറുതാക്കി ചോപ്പ് ചെയ്തത്, ഒരു തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് സോട്ടായി വരണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യണം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇപ്പോൾ പൊടികളുടെ പച്ചച്ചുവൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബോൺലെസ് പീസ് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഡ്ഡലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊത്ത് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള കൊത്ത് ഇഡ്ഡലി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. And thanks for watching my video. Please like, comment and subscribe my channel.